പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർണായക ചർച്ചകൾക്ക് ഇസ്ലാമാബാദിൽ തുടക്കം. അമേരിക്ക ഇറാൻ പ്രതിനിധികളുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി പ്രത്യേകം ചർച്ച നടത്തി. ഇറാൻ അമേരിക്ക ഉഭയകക്ഷി ചർച്ച തുടങ്ങിയതായും സൂചനയുണ്ട്. ഉപരോധ സമയത്ത് പിടിച്ചുവെച്ച സ്വത്തുക്കൾ അമേരിക്ക ഇറാന് വിട്ടു നൽകുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാനിയൻ സംഘം ആത്മവിശ്വാസത്തോടെയാണോ ചർച്ചയെ സമീപിക്കുന്നതെന്ന് കാത്തിരുന്നു കാണാമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ചർച്ച ശരിയായ ദിശയിൽ പോകുന്നില്ലെങ്കിൽ അമേരിക്ക അതിന്റെ വഴിക്ക് നീങ്ങുമെന്നും ട്രംപ് പറഞ്ഞു. MCA നാസർ ചേരുകയാണ് വിവരങ്ങളുമായി. MCA, ചർച്ച തുടങ്ങി എന്നുള്ള വാർത്തകൾ വരികയാണ്. ഇതിപ്പോൾ ഒരുമിച്ചിരുന്നുള്ള ചർച്ചയാണോ അതല്ല രണ്ട് വശത്തു നിന്നുള്ള കാര്യങ്ങൾ പ്രത്യേകം പാകിസ്ഥാൻ പ്രധാനമന്ത്രി കേൾക്കുകയാണോ, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ചർച്ചകൾക്കുള്ള ആളുകൾ കേൾക്കുകയാണോ? എങ്ങനെയാണ് ചർച്ച പുരോഗമിക്കുന്നത്? ഇതുവരെ ഏത് തരത്തിലുള്ള സൂചനകളാണ് നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്നത്? മഹേഷ്, എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്ക് ചർച്ച നീങ്ങുന്നു എന്ന ശുഭകരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പാകിസ്ഥാൻ തലസ്ഥാനമായിട്ടുള്ള ഇസ്ലാമാബാദിൽ നിന്ന് ലഭിക്കുന്നത്. നേരിട്ട് തന്നെ ചർച്ച ആരംഭിച്ചു എന്നതായിട്ടുള്ള വ്യത്യസ്തമായ മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം വരേണ്ടതുണ്ട്. പാക് മധ്യസ്ഥതയിൽ ഒരേ റൂമിൽ തന്നെ ഇരു സംഘവും ഇരിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സാങ്കേതിക ചർച്ചയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. വിവിധ മേഖലകളിൽ വൈദഗ്ധ്യം ലഭിച്ച ഇരു രാജ്യങ്ങളിലെയും പ്രതിനിധികളാണ് ഈ ചർച്ചയിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നത്. കാരണം ഒട്ടേറെ സാങ്കേതിക വിഷയങ്ങൾ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് കടന്നു വരുന്നുണ്ട്. അതിലേക്ക് നേരിട്ട് കടക്കാൻ സാധിച്ചുവെങ്കിൽ വളരെ വളരെ നിർണായകമായിട്ടുള്ളൊരു ചുവടുവെപ്പായിരിക്കും അത്. കാരണം ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഒരു നേരിട്ടുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന്. പക്ഷേ ഏറെക്കുറെ ഇറാൻ മാധ്യമങ്ങളും പാകിസ്ഥാൻ മാധ്യമങ്ങളും നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നേരിട്ടുള്ള ചർച്ചയിലേക്ക് തന്നെ കടന്നിരിക്കുകയാണ്. കാരണം അത്രയും നിർണായകമായിട്ടുള്ള ഒരു പ്രാധാന്യം ഈ ചർച്ചക്കുണ്ട് എന്ന തിരിച്ചറിവ് ഇറാനും അതോടൊപ്പം തന്നെ അമേരിക്കക്കുമുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പരമാവധി നേരത്തെ ഈ ചർച്ചകൾ പൂർത്തീകരിക്കുകയും അങ്ങനെ സാധിക്കുമെങ്കിൽ നേരത്തെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന, ലോകം ഉറ്റുനോക്കുന്ന ആ ഒരു കരാറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമോ എന്ന ഒരു നീക്കമാണ് നടത്തുന്നത്. എന്തായാലും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് നൽകുന്ന പ്രതികരണ പ്രകാരം ചർച്ച വളരെ ആശാവഹമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഭിന്നതകളുണ്ട്, അതോടൊപ്പം തന്നെ പ്രഖ്യാപിത നിലപാടുകളിൽ രണ്ടു കൂട്ടരും ഉറച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ പരമാവധി വിട്ടുവീഴ്ചകൾ ചെയ്യാൻ എന്നുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട്. കാരണം എത്രയും പെട്ടെന്ന് ഒരു കരാറിൽ എത്തിച്ചേരണമെന്ന ഒരു നിർബന്ധിതാവസ്ഥ രണ്ടു കൂട്ടർക്കും മുന്നിലുണ്ട്. അതുകൊണ്ട് നടന്ന ചർച്ചകൾ ഇതുവരെ വെച്ച് നോക്കുമ്പോൾ വലിയ ആഹ്ലാദം പകരുന്നതാണ് എന്ന ഒരു സൂചനയാണ് പാക് പ്രധാനമന്ത്രി നൽകുന്നത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ സൈനിക മേധാവി ആസിം മുനീറുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ വിദേശകാര്യ മന്ത്രി ഉൾപ്പെടെയുള്ള പ്രതിനിധികളും ഈ ചർച്ചയിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ട്രംപിന്റെ ഒരു പ്രതികരണം അവസാനം വന്നിരിക്കുന്നത് ചർച്ച ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന കാര്യത്തിൽ തനിക്ക് വ്യക്തതയില്ല. പക്ഷേ ഇന്ന് തന്നെ ഒരു കരാറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെങ്കിൽ നല്ലതാണ്. അതല്ല എങ്കിൽ മറ്റു മാർഗങ്ങൾ ആരായുന്ന ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്കക്ക് കടക്കേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചർച്ചയ്ക്ക് വലിയ തോതിൽ അട്ടിമറി നടത്തുമാറ് അമേരിക്കയുടെ ഒരു പടക്കപ്പൽ ഫുജൈറ തീരത്ത് നിന്ന് ഹോർമസ് കടലിടുക്കിലേക്ക് നീങ്ങിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇറാൻ മാധ്യമങ്ങളാണ് ഈ റിപ്പോർട്ടുകൾ നൽകിയത്. എത്രയും പെട്ടെന്ന് കപ്പലിന്റെ നീക്കം അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ അരമണിക്കൂർ സാവകാശം തങ്ങൾ അമേരിക്കക്ക് നൽകുകയാണ്. ആ അരമണിക്കൂറിനുള്ളിൽ കപ്പൽ മുന്നോട്ട് നീങ്ങുന്നത് തടഞ്ഞിട്ടില്ല എങ്കിൽ ആക്രമിക്കുമെന്ന ഭീഷണി ഇറാൻ സേന ഉയർത്തിയതായിട്ട് ഈ ഇസ്ലാമാബാദിൽ സംഘത്തിൽ അതിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇറാൻ സംഘം ഉന്നയിച്ചതായും അതിന്റെ അടിസ്ഥാനത്തിൽ കപ്പലിന്റെ മുന്നോട്ടുള്ള പ്രയാണം നിർത്തിവെച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് വിവിധ ഇറാൻ മാധ്യമങ്ങൾ നൽകുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് സംബന്ധിച്ച ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം കൂടി ഇനി വരേണ്ടതുണ്ട്. മഹേഷ്.